Good morning. Good morning, Good morning, Miss. Miss. Good morning, Miss. സുഖാണോ എല്ലാവർക്കും? Good morning, Miss. Good morning, Miss. സുഖം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു മിസ്. ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊന്ന് 2 മിനിറ്റ് കൊണ്ടൊന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? ഓക്കെ. ആരാണ് ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ച് പറയാവുന്നത്? ജോബി ഒന്ന് പറഞ്ഞേ. ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടന ആ പിക്ചർ ഒന്ന് പറയട്ടോ. ജോബി മാത്രം. പറഞ്ഞോ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞോ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ആദ്യം എന്ന് പറയുന്നത് നാഷണൽ ലെവലാണ്. ഇതിന് അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി ഓഫ് വെൽഫെയർ ആ ഒരു സുപ്പീരിയർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നാഷണൽ ലെവലിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നാഷണൽ ലെവലിന്റെ താഴെ വരുന്നത് സ്റ്റേറ്റ് ലെവലും യൂണിയൻ ടെറിട്ടറീസും ആണ്. ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നാഷണൽ ലെവലിൽ നിന്ന് ആയിരിക്കും. ഇനി സ്റ്റേറ്റ് ലെവലിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ലെവലിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നത് സ്റ്റേറ്റ് ലെവലായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിക്ട് ലെവലിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൂറൽ ഏരിയാസ് എന്നും അർബൻ ഏരിയാസ് എന്നും. റൂറൽ ഏരിയാസിനകത്ത് വരുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്ററും പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററും സബ് സെന്റേഴ്സും. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലെവലിലുള്ളതായിരിക്കും. പിന്നെ അടുത്ത ഡിസ്ട്രിക്ട് ലെവലിന്റെ 2ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അർബൻ ഏരിയാസ്. അവിടെ ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസ് ഔഷധശാലകളും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ശ്രുതി രശ്മി എന്ന് പറഞ്ഞേ. ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, 2 ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മള്? ശ്രുതി ഒന്ന് പറഞ്ഞേ. ശ്രുതി. അനുശ്രീ ഒന്ന് പറഞ്ഞ. അനുശ്രീ. ഹോസ്പിറ്റൽസിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അനുശ്രീല. സ്കൃതി ഒന്ന് പറഞ്ഞേ. സ്കൃതി. സ്കൃതി ഒന്ന് പറഞ്ഞേ. ഹോസ്പിറ്റൽസിന്റെ ഫങ്ഷൻ. ഗ്രീഷ്മ പറഞ്ഞോ. ഗ്രീഷ്മ പറഞ്ഞോ. ഹോസ്പിറ്റൽ ഫംഗ്ഷന് 2ആയിട്ട് തിരിക്കാം. ഇൻട്രാമ്യൂറൽ സർവീസും എക്സ്ട്രാമ്യൂറൽ സർവീസും. ഇൻട്രാമ്യൂറൽ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനുള്ള, അതായത് IP സർവീസിനെയാണ് പറയുന്നത്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് പുറത്തുള്ള സർവീസാണ്. അതിനെ ഫുൾ പറയാനാണോ മിസ്സേ? വേണ്ട. ഇനി ഇൻട്രാമ്യൂറൽ ഏതൊക്കെയാ വരാമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്റെ പേരുകൾ മാത്രം. അതായത് ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിറ്റേറ്റീവ് ആൻഡ് കെയർ ഓഫ് എമർജൻസി ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറയണോ? ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇനി മറ്റേ എക്സ്ട്രാമ്യൂറൽ എന്തൊക്കെ പഠിച്ചു നമ്മള്? പേരുകൾ. എക്സ്ട്രാമ്യൂറലിൽ പഠിച്ചത് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്ക്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ,
മെഡിക്കൽ കെയർ ക്യാമ്പ്. ഓക്കെ. ഈ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം നിങ്ങൾക്ക്. PDF എല്ലാവരുടെ അടുത്തും ഇല്ലേ? ഓക്കെ. അടുത്ത ചാപ്റ്റർ ആണ് റേഡിയോളജി ആൻഡ് ഇമാജിംഗ് സർവീസസ്. ചാപ്റ്ററിന്റെ പേരാണ് റേഡിയോളജി ആൻഡ് ഇമാജിംഗ് സർവീസസ്. Radiology department is an essential part of any hospital. റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ എടുക്കൂലേ, ആ ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഇമേജുകൾ അല്ലെ, ഓരോ ചിത്രങ്ങൾ എടുത്തിട്ട് രോഗങ്ങളെ അത് തിരിച്ചറിയുകയും രോഗങ്ങൾ അറിയാനായിട്ട് ഡയഗ്നോസിസ് ചെയ്യുകയും അതിന് ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് എന്ത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ. 22ാമത്തെ ചാപ്റ്റർ കേട്ടോ, റേഡിയോളജി ആൻഡ് ഇമാജിംഗ് സർവീസസ്. അപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ that deals with radiant energy in the diagnosis and treatment of diseases by using imaging technologies. കേൾക്കുന്നില്ല? ക്ലിയർ ആണോ ഞാൻ വായിക്കുന്നത്? ഓക്കെ. അപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ പാർട്ടാണ് അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ്. എന്താണ് ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല്? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ശാഖയാണ് അല്ലെ, മെഡിസിന്റെ ഒരു ശാഖ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? റേഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് എന്താണ്? റേഡിയോ തരംഗങ്ങൾ അല്ലെ. റേഡിയന്റ് എനർജി എന്ന് പറഞ്ഞാല് റേഡിയന്റ് എനർജി എന്ന് പറഞ്ഞാല് റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന. ഓക്കെ, റേഡിയന്റ് എനർജി എന്ന് പറഞ്ഞാല് റേഡിയോ തരംഗങ്ങള് പുറപ്പെടുവിക്കുന്ന. ഇൻ the diagnosis and treatment of diseases by using imaging technologies. Imaging technologies യൂസ് ചെയ്തുകൊണ്ട് ഇമാജിങ് അല്ലെ, ചിത്രങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതിനും അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും ഈ ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ടെക്നീഷ്യൻസ് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് റേഡിയോളജിസ്റ്റ്. ആ ടെക്നീഷ്യൻസിനെ എന്താണ് പറയുന്നത്? ഇതിനകത്ത് ഇല്ല കേട്ടോ, മിസ് പറഞ്ഞ തന്നെയാണ്. ടെക്നീഷ്യൻസിനെ എന്താണ് പറയുന്നത്? റേഡിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ചിത്രങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ചെയ്യുന്നത്? ഈ ചിത്രങ്ങൾ എടുത്തിട്ട് ആളുകളുടെ എന്താണ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഈ ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ എടുത്തിട്ട് ആളുകളുടെ രോഗങ്ങള് നിർണയിക്കുന്നതിനും ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ സഹായിക്കുന്നു. ഇമാജിൻ ടെക്നോളജിക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തൊക്കെയാണെന്ന്? എങ്ങനെയാണ് എടുക്കുന്നത്? ചിത്രങ്ങൾ എങ്ങനെ എടുക്കും? CT സ്കാൻ, പിന്നെ CT സ്കാൻ മാത്രമുള്ള എക്സ്റേ, പിന്നെ MRI സ്കാൻ. അപ്പൊ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ CT സ്കാൻ, MRI എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഇനി എന്താണ് റേഡിയോളജിയുടെ ടെക്നോളജീസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഇമാജിൻ ടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? MRI, CT സ്കാൻ, എക്സ്റേ. ഇങ്ങനെ എക്സ്റേസും MRIസും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു?
ആളുകളുടെ രോഗങ്ങള് നിർണയിച്ച് അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ. ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് എന്ത്? റേഡിയോളജിസ്റ്റുകൾ. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് 2 പാരഗ്രാഫാണ്, 2 സെന്റൻസ് ആണ് പറഞ്ഞത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാല് ഒരു എസെൻഷ്യൽ പാർട്ടാണ് എന്തിന്റെ? ഹോസ്പിറ്റലിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. ഇനി റേഡിയോളജിയിൽ എന്താണ് ചെയ്യുന്നത്? ഇമാജിങ് അല്ലെ, എന്താണ്? ചിത്രങ്ങൾ എടുത്തിട്ട് ഒരു പേഷ്യന്റിന്റെ ചിത്രങ്ങൾ എടുത്തിട്ട് എവിടെയാണോ ചിത്രങ്ങൾ എടുക്കേണ്ടത്, ആ കൈക്കാണോ കാലിനാണോ ചതവ്, അങ്ങനെ ഉള്ള ചിത്രങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്റേസ് ഒക്കെ അങ്ങനെയല്ലേ ചെയ്യണത്? ഇപ്പൊ കൈ ഒടിഞ്ഞ ഒരാള് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ കൈക്ക് എന്ത് ചെയ്യുന്നു? എക്സ്റേ എടുക്കുന്നു. അപ്പൊ ഒടിവ് എവിടെയാണെന്നൊക്കെ കാണാനായിട്ടും അറിയാനായിട്ടും നമുക്ക് പറ്റും. അതിനുള്ള ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് പറ്റും നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ എടുത്ത് എന്ത് ചെയ്യുന്നു? ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റുകളെ പറയുന്നതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് റേഡിയോളജിസ്റ്റുകൾ. ഇനി ഇമാജിംഗ് ടെക്നോളജിക്ക് എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, അതുപോലെ തന്നെ MRI. ഇനി 3rd സെന്റൻസിലോട്ട് പോവാം നമുക്ക്. മെഡിക്കൽ ഇമാജിംഗ് ഈസ് ദ വിഷ്വലൈസിംഗ് ഓഫ് ദ ബോഡി പാർട്സ്, ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസസ് മോണിറ്ററിംഗ്. എന്താണ് മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു വിഷ്വലൈസിംഗ് ആണ് അല്ലെ? എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാല്? വിഷ്വലൈസേഷൻ ദൃശ്യവൽക്കരണം. അപ്പോ മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെ? ബോഡി പാർട്സ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോശങ്ങൾ. കോശം കേട്ടോ. അപ്പൊ ടിഷ്യൂവിന്റെ മീനിങ് കോശം. ഇനി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർഗൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അവയവങ്ങൾ. ഓക്കെ. അപ്പൊ എന്താണ് മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറഞ്ഞാല്? ഒരു ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെ? ബോഡി പാർട്സിന്റെ, അതുപോലെ എന്താണ്? കലകളുടെ അല്ലെങ്കിൽ കോശങ്ങളുടെ, പിന്നെ എന്താണ്? ഓർഗൻസിന്റെ, അവയവങ്ങളുടെ. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? വിഷ്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രോഗം നിർണയിക്കുന്നു. അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ എന്താണ്? രോഗം നിരീക്ഷണത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. 3rd സെന്റൻസ് ഓക്കെ അല്ലേ? എന്താണ് മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറഞ്ഞാല്? ഒരു ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെയാണ്? ബോഡി പാർട്സിന്റെയും അല്ലെങ്കിൽ കലകളുടെയും അല്ലെങ്കിൽ കോശങ്ങളുടെയും അല്ലെങ്കിൽ എന്താണ്? അവയവങ്ങളുടെയും ഒരു ദൃശ്യവൽക്കരണമാണ്. ഇതെന്ത് ചെയ്യുന്നു? എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? രോഗം നിർണയിക്കുന്നതിന്, ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും, പിന്നെ എന്താണ്? രോഗത്തെ നിരീക്ഷിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഇനി പറയണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി എന്താണ്? ദ ടേം ഇമാജിംഗ് ഇൻകോർപ്പറേറ്റ്സ് എന്നാണ് കേട്ടോ അവിടെ. ദ ടേം ഇമാജിൻ കഴിഞ്ഞിട്ട് ഇൻകോർപ്പറേറ്റ്സ്. കമ്പോസസ് വെട്ട ഇൻകോർപ്പറേറ്റ്സ് കേട്ടോ. മിസ് ടൈപ്പ് ചെയ്യണോ? നിങ്ങൾ എഴുതിക്കോളോ? കമന്റ് ബോക്സിൽ ഇടണോ? കമന്റ് ബോക്സിൽ ഇടാം. ചിലപ്പോ ആള് ഓക്കെ. അവിടെ അങ്ങനെ ആക്കണം കേട്ടോ. The term imaging incorporates of the following. ഇനി ഫസ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്? എക്സ്റേ. ഫസ്റ്റ് ഇമാജിംഗ് ടെക്നോളജീസ് ആണ് പറയുന്നത് എക്സ്റേ. എക്സ്റേ ഈസ് എ റാപ്പിഡ്. എന്താ റാപ്പിഡ് എന്ന് പറഞ്ഞാൽ? റാപ്പിഡ്
എന്താണ് മീനിങ് റാപ്പിഡ്? പെട്ടെന്ന്. ഓക്കെ, റാപ്പിഡ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കേട്ടോ. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണേ. X-ray is a rapid pain-free procedure that is done to create images of the structure within the body, peculiarly the bones. എന്താണ് എക്സ്റേ എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, റിസൾട്ട് കിട്ടുന്ന അല്ലെ. എക്സ്റേ എടുത്ത് കഴിയുമ്പോ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അതിന്റെ റിസൾട്ട്, ഇമാജിൻ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ എന്ത് കിട്ടുന്നു, റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നു അല്ലെ. അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്, റാപ്പിഡ് ആണ്, പെട്ടെന്ന് നമ്മൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയും പെയിൻ ഫ്രീ പ്രൊസീജിയർ അല്ലെ. പെയിനൊക്കെ എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾക്ക് വേദന എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടാണോ അവര് ചെയ്യാറ് എക്സ്റേ? ആണോ? എക്സ്റേ എടുത്തിട്ടുണ്ടോ? അനുഭവം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ എന്താണ് എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടുകയും പെയിൻ ഫ്രീ പ്രൊസീജിയറുമാണ്. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി. ബോഡിയുടെ എല്ലാ പാർട്സുകളെയും എക്സ്റേ എടുക്കാം. പക്ഷേ എന്താണ് പ്രത്യേകമായിട്ട്, പെക്യുലർലി എന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് നമ്മൾ എന്താണ് ബോൺസിന്റെ ഒക്കെയാണ് അല്ലെ, എല്ലുകളുടെ ഒക്കെയാണ് എക്സ്റേ നമ്മൾ എടുക്കാറ്. ഓക്കെ. അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നമുക്ക് അവര് പ്രൊവൈഡ് ചെയ്യും അല്ലെ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പെയിൻ ഫ്രീ ആണ് അല്ലെ, വേദനിപ്പിച്ചിട്ടൊന്നുമല്ല അവര് എടുക്കുന്നത്, എക്സ്റേ എടുക്കുന്നത്. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അതിന്. പിന്നെന്താണ്, ബോഡിയുടെ എല്ലാ പാർട്സും എക്സ്റേ എടുക്കാം. പക്ഷെ എന്താണ് പ്രത്യേകമായിട്ട് എല്ലുകളുടെ ഒക്കെയാണ് നമ്മൾ എക്സ്റേ എടുക്കാറ്. ഓക്കെ ആണോ? എക്സ്റേ കിട്ടിയോ? മനസ്സിലായോ? ഇനി പറയണോ? ഓക്കെ. ഇനി എന്താണ് അൾട്രാസൗണ്ട്? അൾട്രാസൗണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അൾട്രാസൗണ്ട് അടുത്ത ഇമേജിംഗ് ടെക്നോളജിയാണ് അൾട്രാസൗണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ഇമേജ് of soft tissues and internal organs. എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് ഈ അൾട്രാസൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്തെടുക്കണത്, സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരികമായ അവയവങ്ങളുടെ എല്ലാ ഇമേജുകള് എടുക്കുന്നത് എങ്ങനെയാണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് സോഫ്റ്റ് ടിഷ്യൂസിന്റെയും കലകള്, ടിഷ്യൂ എന്ന് പറഞ്ഞാല് കോശങ്ങള് അല്ലെങ്കിൽ കലകൾ. അപ്പോ സോഫ്റ്റ് ടിഷ്യൂസിന്റെയും പിന്നെന്താണ് ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങൾ. നമ്മുടെ ബോഡിയിലെ ഉള്ളിലുള്ള അവയവങ്ങളെയാണ് ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോ സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജസ് എങ്ങനെ എടുക്കുന്നത്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദനിപ്പിച്ചുകൊണ്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത്? അല്ല അല്ലെ. അപ്പോ നോൺ ഇൻവേസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഇത് എടുക്കുന്നത്, ഇതിന്റെ പ്രൊസീജിയർ ചെയ്യുന്നത്. എന്താണ് ഇത്? എന്താണ്? സേഫ് ആണ് അല്ലെ. ഇതൊന്നുകൂടി നല്ലൊരു സേഫ് പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. ടു ഒബ്സർവ് ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീറ്റസ് അറിയോ? ഫീറ്റസ് എന്ന് പറഞ്ഞാല് ഭ്രൂണം. ഭ്രൂണം കേട്ടിട്ടുണ്ടോ? അപ്പോ എന്താണ്? ഫീറ്റസ് എന്ന് പറഞ്ഞാല് ഭ്രൂണം. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. അപ്പോ ഇത് വേദനിപ്പിച്ച് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടല്ല ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതെന്താണ്? ഒന്നുകൂടി നല്ലൊരു സേഫ് പ്രൊസീജിയർ ആണ്. പിന്നെ എന്താണ്? ഫീറ്റസ് ഭ്രൂണത്തിനെയൊക്കെ ഇതെന്ത് ചെയ്യുന്നു? ഭ്രൂണത്തിന്റെ ഇമേജ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൾട്രാസൗണ്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത്
കുട്ടികളുടെ ആ സ്കാനിങ് ആണ്. നിങ്ങൾക്കറിയാം പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന ആ സ്കാനിങ് അറിയില്ലേ? ഒരു ജെല്ലൊക്കെ പുരട്ടിയിട്ട് വയറ്റില് അമ്മമാർക്ക് അറിയാൻ പറ്റും. അപ്പോ ഇനി ലാസ്റ്റ് സെന്റൻസ് നോക്കാം. എന്താണ് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ. ട്രാൻസ്യൂക്കേസർ കമന്റ് ബോക്സിൽ ഇടാം. അങ്ങനെയല്ല, സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി തരാം കേട്ടാ. ഇങ്ങനെ എഴുതണേ. ട്രാൻസ്യൂട്ട് ഇങ്ങനെ എഴുതോ? അവിടെ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഒന്ന് എഴുതണേ. Transducer case. Transducer case. അൾട്രാസൗണ്ട് മിഷനെ പറയുന്നതാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്നുള്ളത് കേട്ടോ. ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ കേട്ടോ. Transducer case over skin with conducting gel. എഴുതി എല്ലാവരും? അപ്പൊ എന്താണ് അൾട്രാസൗണ്ട് മിഷനെ പറയുന്നതാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. അതെന്താണ് നമ്മുടെ സ്കിന്നിലെ സ്കിന്നിന്റെ മുകളിലല്ലേ പെരട്ടണത്. സ്കിന്നിന്റെ മുകളിൽ പെരട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ മിഷൻ വെച്ചിട്ട് കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണ്, കുട്ടിക്ക് എന്താണ് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, വെയിറ്റ് എങ്ങനെയാണ്, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആ മിഷൻ കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, എന്റെ പേര് മിൽഡ്രോസ് കേട്ടോ. ഓക്കെ, അപ്പോ അൾട്രാസൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇമാജിൻ ടെക്നോളജിയിൽ ഒരു ടെക്നോളജിയാണ് അൾട്രാസൗണ്ട്. എക്സ്റേനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞത് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജസ് എടുക്കുന്നു അല്ലെ. പിന്നെന്താണ് അത്? നോൺ ഇൻവേസീവ് ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. എന്താണ്? സേഫ് ആണ് അല്ലെ. നല്ലൊരു സേഫ് പ്രൊസീജിയർ ആണ്. പിന്നെന്താണ്? മെയിൻ ആയിട്ട് എന്താണ്? ഭ്രൂണത്തിന്റെ ഇമേജുകളാണ് ഇതിലെടുക്കുന്നത്. പിന്നെന്താണ്? ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാല് എന്താണ്? അൾട്രാസൗണ്ട് മിഷനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാല്. ഈ ട്രാൻസ്ഡ്യൂസർ കേസ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഒരു കണ്ടക്ടിങ് ജെല്ല് പരത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ മിഷൻ ഉപയോഗിച്ചിട്ട് അങ്ങനെ തെന്നിക്കുന്നു അല്ലെ. ഡോക്ടേഴ്സ് ചെയ്യുന്ന അമ്മമാർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാല് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? ആ ജെല്ല് വെച്ചിട്ട് ആ മിഷൻ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോ കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണ്, വെയിറ്റ് എന്തോരമുണ്ട്, അതുപോലെ എന്താണ് ഹാർട്ട് ബീറ്റ് എന്താണ്, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാല്? അടുത്തത് പറയട്ടെ മിസ്. ഓക്കെ, അടുത്തത് എന്താണ്? CT സ്കാൻ. CT സ്കാൻ നോൺ ഇൻ നെയിം ഓഫ് കമ്പ്യൂട്ടഡ്
ടോമോഗ്രഫി. എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. സി ടി സ്കാൻ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ സി ടി സ്കാനിന്റെ എക്സ്പാനേഷൻ അല്ലെങ്കിൽ എന്താണ്? സി ടി സ്കാനിനെ വിപുലീകരിച്ച് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ്. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണോട്ടോ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് 3-4 പ്രാവശ്യം പറയുന്നത്. Made of computed processed blended of many X-ray measurements. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ടെൽഫ്രൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അവിടെ ടേക്കൺ ഫ്രം എന്നാക്കുക. കമന്റ് ബോക്സിൽ ഇടാട്ടോ മിസ്. ടേക്കൺ ഫ്രം. X-ray measurement taken from different angles. കറക്റ്റ് വേർഡ് മനസ്സിലായില്ലേ? എവിടെ എഴുതണ്ടെന്നുള്ളത്? Many X-ray measurements കഴിഞ്ഞിട്ട് taken from different angles to generate. കേട്ടോ, അവിടെ മിസ് വായിച്ചില്ലേ? കറക്റ്റ് ആയിട്ട് എഴുതട്ടോ. Different angles to generate cross-sectional images of specific areas of a object, allowing the user to see inside the object without cutting. എന്താണ്? സി ടി സ്കാൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. ഇതെന്താണ്? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് ഡാറ്റയാണ്? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സി ടി സ്കാൻ എന്ന് പറഞ്ഞാല് എക്സ്റേ പോലെ തന്നെയാണ്. പക്ഷേ എക്സ്റേയിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? എക്സ്റേ എന്ന് പറഞ്ഞാല് ഒരാംഗിളിലുള്ള ഇമേജ് മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. എന്താണ്? എക്സ്റേ എന്ന് പറഞ്ഞാല് ഒരാംഗിളിൽ നിന്നുള്ള ഇമേജ് മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള രോഗിക്ക് എന്താണ് രോഗം എന്നൊക്കെ അഡ്വാൻസ് ലെവലായിട്ട് നമ്മൾക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. ഒരാംഗിളിൽ നിന്നുള്ള ഇമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് എന്താണ് രോഗം, എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ അഡ്വാൻസ്, ആ രോഗത്തിന്റെ അഡ്വാൻസ് ലെവൽ നമ്മൾക്ക് നിരീക്ഷിക്കാനായിട്ടോ ഡയഗ്നോസ് ചെയ്യാനായിട്ടോ പറ്റില്ല. അപ്പോ എന്താണ്? സി ടി സ്കാൻ വന്നു. സി ടി സ്കാൻ വന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ എക്സ്റേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എക്സ്റേയുടെ കാര്യങ്ങളാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു? സി ടി സ്കാൻ വന്നു. സി ടി സ്കാൻ വന്നപ്പോ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് 360 ഡിഗ്രി റൊട്ടേഷനിലാണ് അത് പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ നടത്തുന്നത്. എന്താണ്? 360 ഡിഗ്രി റൊട്ടേഷനിലുള്ള ഇമേജ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നു സി ടി സ്കാൻ വഴി. എക്സ്റേ എന്ന് പറഞ്ഞാല് ഒരാംഗിളിൽ നിന്ന് നമ്മൾക്ക് ഇമേജസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചെസ്റ്റിന്റെ ഇമേജ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്റേ നമുക്ക് ഇതിന്റെ മാത്രം ഇമേജ് കിട്ടുള്ളൂ. മറ്റേത് എന്താണ്? സി ടി സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇമേജ് 36 ഡിഗ്രി റൊട്ടേഷൻ ചെയ്തിട്ടാണ് അതിന്റെ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? പലതരത്തിലുള്ള പല ആംഗിളിലുള്ള ഇമേജുകൾ നമ്മൾക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു രോഗിക്ക് എന്താണ് രോഗം പല അഡ്വാൻസ് ലെവലായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു രോഗിക്ക് എന്താണ് രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അഡ്വാൻസ് ലെവൽ അല്ലെ, പല ചിത്രങ്ങളാണ് 360 ഡിഗ്രി റൊട്ടേഷനിൽ കിട്ടുന്നു എന്ന് പറയുന്നത്. മറ്റേ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാംഗിളിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ, ഒരു ചിത്രം മാത്രം. മറ്റേത് എന്താണ്? സി ടി സ്കാൻ ഒക്കെ വന്നപ്പോ പല ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങൾ, ഇമേജുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ സി ടി സ്കാൻ ഒക്കെ ചെയ്തിട്ട്? ഓക്കെ. അങ്ങനെയല്ലേ പല ആംഗിളിൽ നിന്നല്ലേ നമുക്ക് കിട്ടുന്നത്? കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെയ്തവരുടെ ആരെങ്കിലോടും ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ എന്താണ്? കുറെ അഡ്വാൻസ് ലെവലായിട്ട് അല്ലെ, അഡ്വാൻസ് ലെവലായിട്ട് രോഗികൾക്ക് എന്താണ് രോഗം എന്ന് നിരീക്ഷിക്കാനായിട്ട് അതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റുന്നു ഡോക്ടേഴ്സിന്. മനസ്സിലായോ പറഞ്ഞത്? ഒന്നും കൂടി മിസ് പറയാം.
എന്താണ് CT സ്കാൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. ഈ CT സ്കാനിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? രണ്ട് ഇത് മനസ്സിലായില്ലേ? 2 പോയിന്റുകള്. ഇനി ഇനി CT സ്കാൻ എന്ന് പറഞ്ഞാല് എക്സ്റേ പോലെ തന്നെയാണ്. പക്ഷെ എക്സ്റേയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരാംഗിളിൽ നിന്നുള്ള ഇമേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോ എന്താണ് രോഗിക്ക് എന്താണ് കുറച്ചുകൂടി ആഴ്ന്നിറങ്ങി എന്താണ് രോഗം എന്ന് ചിന്തിക്കാൻ മനസ്സിലാക്കാനായിട്ട് എന്താണ് ഡോക്ടേഴ്സിന് പറ്റിയിരുന്നില്ല ആദ്യകാലങ്ങളില്. പിന്നീട് എന്ത് വന്നു? CT സ്കാൻ ഒക്കെ വന്നു. അപ്പൊ കുറച്ചുകൂടി എന്താണ് അഡ്വാൻസ് ലെവലിൽ രോഗം കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തു. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് 360 ഡിഗ്രി റൊട്ടേഷനിലാണ് അതിന്റെ പ്രൊസീജിയർ നടക്കുന്നത്. പല പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ എന്താണ് ഡോക്ടറിന് പെട്ടെന്ന് എന്താണ് രോഗം കണ്ടുപിടിക്കാനും അതിന്റെ അഡ്വാൻസ് ലെവൽ രോഗത്തിന്റെ അഡ്വാൻസ് ലെവൽ കൂടുതൽ ഇതിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് രോഗം കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് ചതവ്, എവിടെയാണ് എന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി പറയണോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? പിന്നെന്താണ് മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ പ്രൊസീജിയറും ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. ഓക്കെ, അറിയാത്തവരെ സൈഡിൽ എഴുതി വെച്ചിട്ട് അവിടെ കൊടുത്തിട്ടില്ല. എന്താണ് മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ സ്കാനും ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. പിന്നെന്താണ് CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ കോസ്റ്റ് ആയിരിക്കും അല്ലെ. എക്സ്റേയും CT സ്കാനൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലായിരിക്കും. അതൊന്ന് എഴുതി വെക്കണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. കഴിഞ്ഞോ? എഴുതി വെച്ചോ? നെക്സ്റ്റ് പറയട്ടെ മിസ്? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ പറയണോ CT സ്കാൻ എന്താണ്? ഓക്കെ, ഇനിയാണ് പറയുന്നത് MRI. അടുത്ത ഇമേജിംഗ് ടെക്നോളജിയാണ് MRI. MRIയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. വെരി ഗുഡ്. ആദ്യ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. സിന്ധു കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് M എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക്. M എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക്. അറിയാത്തവരെ കമന്റ് ബോക്സിലുണ്ട് കേട്ടോ. അവര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ? ക്ലിയർ അല്ലേ? കമന്റ് ബോക്സിൽ നോക്കിയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എഴുതിക്കഴിഞ്ഞോ? പറഞ്ഞോട്ടെ മിസ്. MRI, strong magnetic field and radio waves are used to view structure and create three-dimensional image. Shows blood clot damages, tones, ligaments, and tendons. Other soft tissue abnormality invasive. ഇൻവാസീവിന്റെ അവിടെ നോൺ ഇൻവാസീവ് നോക്കണോട്ടാ. ലാസ്റ്റ് ഒരു അബ്നോർമാലിറ്റി ഇൻവാസീവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതിന്റെ അവിടെ നോൺ ഇൻവാസീവ് നോക്കാം. ഓക്കെ, MRI എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് അല്ലെ. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ റേഡിയോ വേവ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഇതില് ചിത്രങ്ങൾ എടുക്കുന്നത്. ഇതെന്താണ്? ഒരു 3 ഡയമെൻഷണൽ ഇമേജസ് ആണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
എന്താണ് 3 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാല്? 3 ഡയമെൻഷണൽ ത്രിമാന ചിത്രങ്ങൾ, 3D എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അതുപോലത്തെ ഇമേജ് ആണ്. ഓക്കെ, അതാണ് ത്രിമാന ചിത്രങ്ങൾ അല്ലെങ്കിൽ 3D ഇമേജസ് ആണ് MRIയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ റേഡിയോ വേവ്സും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഇമേജുകൾ കിട്ടുന്നത്. ഇതൊരു 3D ഇമേജ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഷോസ് എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ബ്ലഡ് ക്ലോട്ട്സ് ഡാമേജസ് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആവുന്നത് അല്ലെ, ക്ലോട്ട് ആവുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടോൺ ലിഗ്മെന്റ്സ്. എന്താണ് ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല്? 2 ബോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് 2 എല്ലുകള് അല്ലെങ്കിൽ 2 ബോൺസ് തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് 2 ബോണുകൾ, എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതിനെയാണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ടെൻഡൻസ് എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞോ? ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് 2 ബോണുകളെ തമ്മില് ബന്ധിപ്പിക്കുന്നത്. ഇനി ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസും ബോണുകളെയും തമ്മില്, മസിൽസിനെയും ബോണുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ടെൻഡൻസ് എന്ന് പറഞ്ഞാല് മസിൽസിനെയും ബോണുകളെയും തമ്മില് ബന്ധിപ്പിക്കുന്നതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഇമേജുകളാണ് ഇതിലൂടെ കിട്ടുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവുന്നതും, പിന്നെന്താണ് ടോൺ ലിഗ്മെന്റ്സിന്റെയും അതുപോലെ തന്നെ ടെൻഡൻസിന്റെയും ഇമേജുകൾ എടുക്കാൻ പറ്റും. പിന്നെ അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി. അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്ര പ്രതിഭാസം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ക്യാൻസർ ട്രീറ്റ്മെന്റ്, അതുപോലെ നട്ടല് രോഗങ്ങള്, ക്യാൻസർ ചികിത്സകള്, പിന്നെ വയറിന് ഉണ്ടാവുന്ന രോഗങ്ങള്, തലച്ചോറിന് ഉണ്ടാവുന്ന രോഗങ്ങള്, കഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്, സ്പൈനൽ കോഡിൽ ഉണ്ടാവുന്ന രോഗങ്ങളൊക്കെ നമുക്ക് അബ്നോർമാലിറ്റി ആ ഇതില് പെടുത്താനായിട്ട് പറ്റും. സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റിയിൽ പെടുത്താൻ പറ്റും. അപ്പോ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാല് വിചിത്ര പ്രതിഭാസം എന്നാണ് അർത്ഥം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറ്റുന്നത്? ക്യാൻസർ രോഗങ്ങള്, അതുപോലെ തലച്ചോറിൽ ഉണ്ടാവുന്ന രോഗങ്ങള്, കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന രോഗങ്ങള്, വയറിന്റെ ആ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്, പിന്നെന്താണ് സ്പൈനൽ കോഡിൽ ഉണ്ടാവുന്ന രോഗങ്ങളെയൊക്കെ ഇതിൽ പെടുത്താനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? നോൺ ഇൻവാസീവ്. എന്താണ് നോൺ ഇൻവാസീവ് എന്ന് വെച്ചാല് മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ ഇമേജുകൾ എടുക്കുന്നത് അല്ലെ. MRIയിലൊക്കെ അങ്ങനെയാണോ? മുറിവുണ്ടാക്കിയിട്ടാണോ എടുക്കുക? അല്ല, എന്താണ് മുറിവുകളൊന്നും ഇല്ലാതെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോ MRI എന്ന് പറഞ്ഞാല്, MRIയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എന്നാണ്. ഇതിനകത്ത് എന്താണ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ റേഡിയോ വേവ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ത്രിമാന ചിത്രങ്ങൾ അല്ലെ, അല്ലെങ്കിൽ 3D ഇമേജസുകളാണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൂടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ബ്ലഡ് ക്ലോട്ട് ആവുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ടോൺ ലിഗ്മെന്റ്സ്, ടെൻഡേഴ്സ്, അതിലെന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. MRIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്. കമന്റ് ബോക്സിൽ അവർ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാൻ പറ്റും? ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ അല്ലെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗങ്ങള്, കഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്, വയറിന്റെ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്,
തലച്ചോറില് തലയിൽ ഉണ്ടാവുന്ന രോഗങ്ങള്, പിന്നെന്താണ് സ്പൈനൽ കോഡിൽ നമുക്ക് ഉണ്ടാവുന്ന രോഗങ്ങള്, അതൊക്കെ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റിയില് വരാനായിട്ട് വരും. അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ എന്താണ് മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. നോൺ ഇൻവാസീവ്. നോൺ ഇൻവാസീവ് എന്ന് എഴുതണം കേട്ടോ. ഇൻവാസീവ് അല്ല, നോൺ എഴുതാം. NON, പിന്നെ ഇൻവാസീവ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതറിയില്ലേ? ബ്ലഡ് ക്ലോട്ട് എന്താണ്? ബ്ലഡ് ക്ലോട്ട് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. ക്ലോട്ട് ആവണത്, ക്ലോട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് മിസ് പറയാൻ കേട്ടോ അത്. ബ്ലഡ് കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ, ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒന്നുകൂടിയും പറയാം മിസ്. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? ഇനി സംശയമുള്ളവർ ഇത് നോക്കാം കേട്ടോ. മിസ് പറയണ ശ്രദ്ധിക്കുക. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ എസെൻഷ്യൽ പാർട്ടാണ്, ഇമ്പോർട്ടന്റ് പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്. ഇനി റേഡിയോളജിയിൽ എന്താണ്? ഒരു മെഡിസിന്റെ ശാഖയാണെന്ന് പറയാൻ പറ്റും. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോളജി എന്ന് പറയാം അല്ലെ. പിന്നെ എന്താണ്? അത് വഴി ആ ചിത്രങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? രോഗം നിർണ്ണയിക്കാനും അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെ ദൃശ്യവൽക്കരണമാണ്? ബോഡി പാർട്സ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശം അല്ലെങ്കിൽ കല. ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അവയവങ്ങള്. അതിന്റെയൊക്കെ എന്താണ്? ഒരു വിഷ്വലൈസിങ് ആണ്. അതിനൊക്കെ എന്തെങ്കിലും എന്താണ് വല്ല ഡാമേജുകളോ വല്ലതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാനും ആ രോഗത്തെ നിരീക്ഷിക്കാനും കൂടി ഈ മെഡിക്കൽ ഇമേജിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മെഡിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ ആൻഡ് MRI സ്കാൻ. എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾക്ക് ബോൺസിനൊക്കെയാണ്, എല്ലുകൾക്കൊക്കെയാണ് ഇമേജിംഗ് എടുക്കുക അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നത്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? സോഫ്റ്റ് ടിഷ്യൂകളുടെയും ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാല് ഉള്ളിലുള്ള നമ്മുടെ ബോഡിയുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയില്ലേ, അതാണ് ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാല്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ ഇമാജിനേഷൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? സേഫ് ആണ്. ഇത് പ്രധാനമായിട്ടും ഭ്രൂണത്തിന്റെ ഇമേജുകളാണ് എടുക്കുന്നത്. ഫീറ്റസ് എന്ന് പറഞ്ഞാല് ഇമേജുകൾ ഭ്രൂണം എന്നാണ് അർത്ഥം കേട്ടാ. ഇനി എന്താണ്? ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്മള് പ്രഗ്നൻസി ടൈമില് എന്ത് ചെയ്യുന്നു? ആ മിഷൻ വെച്ച്, അൾട്രാസൗണ്ട് മിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജെല്ല് പരത്തിയിട്ട് കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോ, കുട്ടിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ പൊസിഷൻ, വെയിറ്റ് എങ്ങനെയാണ്, കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ അൾട്രാസൗണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേ പോലെ തന്നെയാണ്. എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിളിൽ നിന്നേ നമ്മൾക്ക് ഇമേജുകൾ കിട്ടുള്ളൂ. CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രി റൊട്ടേഷനിലാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നുള്ള ഇമേജുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ പെട്ടെന്ന് രോഗത്തിന്റെ അഡ്വാൻസ് ലെവല് കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് പറയുന്നത്.
അവിടെ സി ടി സ്കാനില് ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇമേജ് കിട്ടുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നോൺ ഇൻവാസീവ് ആണ് അല്ലെ, അത് അവിടെ എഴുതി ചേർക്കണം കേട്ടോ, അതിൽ കൊടുത്തിട്ടില്ല. എന്താണ്, മുറിവുകളൊന്നും ഉണ്ടാക്കാതെയാണ് ഈ സ്കാൻ ചെയ്യുന്നത്. പിന്നെ സി ടി സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഡിഗ്രി എക്സ്റേനേക്കാളും ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി MRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. പിന്നെ എന്താണ്, MRI ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജിംഗ് ചെയ്യുന്നത്. ഇതൊരു 3D ഇമേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. രക്തം കട്ട പിടിക്കുന്നത്, അതുപോലെ തന്നെ ടോൺ ലിഗ്മെന്റ്സും ടെൻഡൻസ് അതർ സോഫ്റ്റ് ടിഷ്യൂന്റെ അബ്നോർമാലിറ്റി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോൺ ഇൻവാസീവ് ആണ്, മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഇത് ഇതിന്റെ പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും എടുത്തത് വരെ ഒന്ന് വായിച്ചു നോക്കട്ടോ. കൺഫ്യൂഷൻ, ഞാൻ അടുത്തത് പറയുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനാണ് മിസ് പറഞ്ഞത്. ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഡൗട്ട്സ് ഉണ്ടോ? എക്സ്റേയിലാണ് പെട്ടെന്ന് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റാപ്പിഡ് ആണെന്നുള്ളത്. എന്താ പെക്യുലർലി? എക്സ്റേ എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെക്യുലർലിയുടെ മീനിങ്. മോളുണ്ടായില്ല എക്സ്റേ എടുത്തപ്പോ? ഇപ്പൊ കയറിയതാണോ ഷഹീന? പ്രത്യേകമായിട്ട് ഒരു ഭാഗം തന്നെ 4-5 പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് പോണേണോ? ആണോ? വായിച്ചു നോക്കിയാ? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? അടുത്തത് പറയട്ടെ മിസ്.
ഓക്കെ. ഒരു ഭാഗം തന്നെ 4-5 പ്രാവശ്യം പറയുമ്പോ നല്ല സ്ട്രെയിൻ ഉണ്ട് മക്കളെ. നിങ്ങൾ ഞങ്ങളുടെ ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓൺ ചെയ്ത് വെച്ചിട്ട് വല്ല പണിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചോദിക്കുമ്പോ അല്ലേ? ഓക്കെ, അടുത്ത ഭാഗം നോക്കട്ടാ. ഞാൻ പറയണത് ക്ലിയർ ആവണില്ലേ മക്കൾക്ക്? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെന്റ് ഏരിയാസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി. തേർഡ് വൺ എന്ന് പറയുന്നത് റേഡിയേഷൻ ഓങ്കോളജി. ഏതൊക്കെയാണ് റേഡിയോളജിക്കൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഫസ്റ്റ് വൺ ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. Radiologists employ imaging techniques like X-ray, ultrasound, CT scan and MRI scans to identify disorders throughout the body. എന്താണ് പറയുന്നത്? റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരാണ് റേഡിയോളജിസ്റ്റ്? അറിയോ? റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ റേഡിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? എക്സ്റേ, അതുപോലെ തന്നെ എന്താണ് CT സ്കാൻ, അൾട്രാസൗണ്ടും പിന്നെന്താണ് MRI സ്കാൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ബോഡി മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ്, വൈകല്യങ്ങള് അല്ലെങ്കിൽ എന്താണ് രോഗങ്ങൾ അല്ലെ? ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകല്യങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്ന് പറയാം. ബോഡി മൊത്തത്തില് ത്രൂ ഔട്ട് ദ ബോഡി എന്നാണ് പറയുന്നത്. ബോഡി മൊത്തത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങള് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ പറയുന്നത്? എന്താണ് റേഡിയോളജിസ്റ്റുകൾ അല്ലെ, ടെക്നീഷ്യൻസ്, റേഡിയോ ഡിപ്പാർട്ട്മെന്റുകള് കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? എന്ത് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഇതുപോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലെ എന്താണ് ഡിസോർഡേഴ്സ്, രോഗങ്ങള് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫൈ ആണ് ചെയ്യുന്നത് കേട്ടാ. ഇനി നെക്സ്റ്റ് പറയുമ്പോ തെറ്റരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിങ് മിനിമലി ഇൻവേസീവ്. എന്താണ് ഇൻവേസീവ് എന്ന് പറഞ്ഞാല്? ഇൻവേസീവ് എന്തായിരിക്കും? നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാല് മുറിവുകൾ ഉണ്ടാക്കാതെ അല്ലെ? ഇതെന്താണ്? ഇൻവേസീവ് എന്ന് പറഞ്ഞാല് മുറിവുകൾ ഇട്ടിട്ട് അല്ലെ, ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു? മുറിവുണ്ടാക്കിയിട്ടാണ് ഈ ഇമാജിൻ അല്ലെങ്കിൽ റേഡിയോളജി ചെയ്യുന്നത്, ഇമാജിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ്, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, സർജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നുമല്ല. സർജറി എന്ന് പറയുമ്പോൾ വലുതാവോ അല്ലെ, അങ്ങനത്തെ വലിയ രീതിയിലുള്ള മുറിവുകളൊന്നുമല്ല. മിനിമലി ഇൻവേസീവ്, ചെറിയ തരത്തിലുള്ള മുറിവുകൾ എന്തെങ്കിലും ഇട്ടിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ടു ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ് അല്ലെ, രോഗം നിർണ്ണയിക്കുകയും അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഐഡന്റിഫൈ, കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ.
എന്ത് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഇവയൊക്കെ യൂസ് ചെയ്തിട്ട് റേഡിയോളജിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ ചെയ്യുന്നത്. അതുപോലെ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുമ്പോൾ എന്താണ് ചെയ്യണത്? അവിടെ മിനിമലി ഇൻവാസീവ് അല്ലെ, ചെറിയ തരത്തിലുള്ള മുറിവുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? സർജിക്കൽ. അതുപോലെ സർജിക്കൽ ഒന്നുമല്ല. സർജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ തരത്തിലുള്ള മുറിവുകളൊന്നുമല്ല. എന്താണ്? ചെറിയ തരത്തിൽ എന്തെങ്കിലും മിനിമലി ഇൻവാസീവ് ചെറിയ തരത്തിലുള്ള മുറിവുകൾ എന്തെങ്കിലും ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? രോഗം കണ്ടുപിടിക്കുന്നതും അതിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പ്രൊസീജിയർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദീസ് ഇൻക്ലൂഡ്സ് അടാ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് ആൻജിയോഗ്രഫി? ബ്ലഡ് വെസൽസ് എന്താ? ബ്ലഡ് വെസൽസ് രക്തധമനികൾ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. രക്തധമനികൾ, ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാല് രക്തധമനികൾ. ഈ ആൻജിയോഗ്രഫി ചെയ്യുന്നത് ഈ രക്തധമനികളിൽ കൂടി കത്തീറ്റർ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് കത്തീറ്റർ. നമ്മൾ അടുത്തത് പഠിക്കും കേട്ടോ. കത്തീറ്റർ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിടും. നമ്മളെ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞല്ലോ. ബ്ലോക്ക് മാറ്റാൻ കറക്റ്റ് ആണ്. ഇൻവാസീവ് എന്ന് പറഞ്ഞ മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു മുറിവുകൾ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ. അപ്പോ പ്രധാനമായിട്ടും കൈകളിലാണ് മുറിവുകൾ ഇടുന്നത്. ഈ കൈകളില് ചെറിയ എന്തെങ്കിലും മുറിവിട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് കത്തീറ്റർ എന്ന് പറയുന്ന ഈ പ്ലാസ്റ്റിക് കുഞ്ഞു ട്യൂബായിരിക്കും. ടൈനി ട്യൂബ് എന്ത് ചെയ്യും? കടത്തിവിടും. രക്തക്കുഴലുകളിലൂടെ കടത്തിവിട്ടിട്ട് നമ്മുടെ ബോഡി മൊത്തം കടത്തിവിടും. ഹാർട്ട് വരെ ഇതെത്തും. ഈ കത്തീറ്റർ എത്തും. കത്തീറ്റർ എത്തി കത്തീറ്റർ എന്ത് ചെയ്യുന്നു? അങ്ങനെ കടത്തി വിടുമ്പോ എന്തെങ്കിലും രക്തക്കുഴലുകൾക്ക് അല്ലെങ്കിൽ ധമനികൾക്ക് എന്തെങ്കിലും ചതവുകളുണ്ടോ, അത് ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടോ, വികസിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണ്? ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? കത്തീറ്റർ അല്ലെ, സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബിനെയാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എന്തെങ്കിലും കുഞ്ഞു മുറിവുകള് കയ്യിലൂടെ ഇടും. കൈകളിൽ ഇട്ടിട്ട് ഈ കത്തീറ്റർ, ഈ പ്ലാസ്റ്റിക് ട്യൂബ് രക്തധമനികളിൽ കൂടി കടത്തി വിട്ടിട്ട് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, ഹാർട്ട് വരെ ഇതിങ്ങനെ പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബ്ലോക്ക്, ഞരമ്പുകൾക്ക് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, രക്തക്കുഴലിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, ചുരുങ്ങിയാണോ ഇരിക്കുന്നത് അത്, അല്ലെങ്കിൽ വികസിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ? ആൻജിയോഗ്രഫി മനസ്സിലായോ? ആർക്കെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ. ഓക്കെ, ഇന്ന് ഇത്രയും എടുക്കണുള്ളൂ കേട്ടോ മിസ്. അപ്പൊ എടുത്തത് വരെ വായിച്ചുകൊണ്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി പറയണോ ഇതിന്? ഓക്കെ, ഞാൻ പറയണത് ക്ലിയർ ആയില്ലെങ്കിൽ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ ക്ലാസ് ഇല്ല, ശനിയാഴ്ച അല്ലേ, തിങ്കളാഴ്ച ഉള്ളൂ ക്ലാസ് കേട്ടോ. ഇനി അപ്പൊ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളൊന്ന് പറഞ്ഞേ. സനു ഒന്ന് പറയോ? സനു ഒന്ന് പറഞ്ഞോ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഗംഗ മാത്രം, ബാക്കിയുള്ള ആളുകളൊക്കെ മ്യൂട്ട് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. പറഞ്ഞോ ഗംഗ.
ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ത്രൂ ഔട്ട് ബോഡിയിലുള്ള ഡിസോർഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാനിങ് ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നിക്സ് വെച്ചിട്ട് റേഡിയോളജിസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് ഈ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർവെൻഷനിൽ എന്താണ്? അതിനകത്ത് നമ്മൾ മിനിമൽ ആയിട്ടുള്ള ഇൻവേസീവ് കൊടുത്തിട്ട് ഇന്റർവെൻഷണൽ ടെക്നിക്സ് ഉപയോഗിച്ച് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞോ. അത് ഇമാജിനിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി, പിന്നെ ബയോപ്സി പ്രൊസീജിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ബ്ലഡ് വെസൽസിലുള്ള ക്ലോട്ടുകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ചെറിയ ഇൻസിഷൻ കൊടുത്തിട്ട് കത്തീറ്റർ ട്യൂബ് വഴി മാറ്റാൻ വേണ്ടിയിട്ട്, ബ്ലഡ് കോട്ടിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തതൊക്കെ പഠിക്കാം കേട്ടോ. നമുക്ക് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും 4 വരുന്നുണ്ട്. ഫസ്റ്റത്തെ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വായിച്ചുകൊണ്ട് പറഞ്ഞേ, ഇമ്പോർട്ടന്റ് ആണ്. അന്നു എടുക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ വായിച്ചുകൊണ്ട് പോവാ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾസ് 35 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി 4th ഉം 3rd ഉം പഠിക്കാൻ കിടക്കണം. ഓക്കെ, താങ്ക് യു. Class